ഒരു മൃദംഗ വിഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അതിലൊരു ആക്സിഡന്റ് ഉണ്ടായത് അറിഞ്ഞിരുന്നല്ലോ. അപ്പം അത് ഒരുപാട് ആളുകളുടെ നിന്ന് ഇതുപോലെ ബുക്ക് മൈ ഷോയിൽ കൂടെയും പൈസ പിരിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തി കോടിക്കണക്കിന് പൈസ സംഘാടകർ ഉണ്ടാക്കി. പക്ഷെ ഒരു സേഫ്റ്റിയും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും അവിടെ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതിനെപ്പറ്റി സാഹചര്യം ഞാൻ വീഡിയോ ഇട്ടല്ലോ, വീഡിയോ ഇട്ടു. അത് ഓൾറെഡി നമുക്ക് ആ കണക്കുകൾ നോക്കിയാൽ അറിയാം. 12,000 പേര് ഒരാളുടെ ഇതിന് 1500 വെച്ചാൽ തന്നെ ഈ കോടിക്കണക്കിന് രൂപയായി. ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജോസ്കോ ജ്വല്ലേഴ്സും കല്യാണമൊക്കെയാണ് തോന്നുന്നു എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചാനലിൽ ചിലപ്പോൾ പണി ഇട്ടുമായിരിക്കും. ഇങ്ങനത്തെ ജയൻസ് ആണ് ഈ സാധനത്തിൻ്റെ ബാക്കിൽ ഈ പ്രൊമോഷൻ പർപ്പസിന് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ആളുകൾ ആദ്യമായിട്ട് അതും കാശ് കൊടുത്ത് ഈ പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ആളുകൾ എന്തിനും കാശ് കൊടുത്ത് പോകണം എന്നുള്ളൊരു തോട്ട് ഇതിൽ ഓൾറെഡി കേസ് ആയതുമാണ്. ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ. പലരുടെ നിന്നും പല പേയ്മെൻറ്റ് വാങ്ങി UPI മാറ്റി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസും ആയതാണ്. ശരിക്കും ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLAൻ്റെ ചോരയിൽ ഇവർ കാശുണ്ടാക്കി പോയി എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. അമ്മാതിരി വൃത്തിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഒരു മറ്റേ ഇത് വെച്ചിട്ട് ക്യൂ മാനേജർ വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയാണോ ഇത്? അല്ല, വളരെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയും അലസമായി ചെയ്തിട്ട് അതിലിനി അവർ ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല. ഇത് മെയിനായിട്ട് ഇത് ലീഡ് ചെയ്ത് ദിവ്യോണിയാണ്. അപ്പം അവർ അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയത്. അബൌട്ട് ഈ പൈസയുടെ കാര്യത്തിലൊക്കെ അതെനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ദിവ്യോണിൻ്റെ വീട്ടിലല്ലോ താമസം. അല്ല, ഓക്കെ. അല്ല, അപ്പം അവർക്കും അത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണോ സായിയുടെ അഭിപ്രായത്തിൽ? എന്ത് തോന്നുന്നു? അല്ല, ഒപ്പമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നോ ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി കുറേ ദിവസം മുന്നേ വന്നു. എനിക്ക് നിങ്ങളെ സംശയം. നിങ്ങൾക്കൊക്കെ അത് അറിയായിരിക്കും. നിങ്ങൾ ദിവ്യോണി എയർപോർട്ട് വന്നതുപോലും പിന്നാലുണ്ട്. ഈ അപകടം ഉണ്ടായ ശേഷം പരിപാടി നടത്തിയതിനെ കുറിച്ച് കൂടുതൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. വളരെ മോശം പരിപാടി. പിന്നല്ലേ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഹൈപ്പ് പോലും വരില്ല. ഇത് MLA ആയതുകൊണ്ട് 10 ആൾ ഡിസ്കസ് ചെയ്യുന്നു. അത് സാധാരണക്കാരനായി വീണെന്നുണ്ടെങ്കിൽ ഒരു കോളം പേജിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് 20 സെക്കൻഡ് ന്യൂസിൽ പോകേണ്ട പരിപാടിയാണ്. MLA ആയതുകൊണ്ട് ഇത് കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്തു. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രോഗ്രാം നിർത്തി വെക്കേണ്ടതല്ലേ എന്നാണ് ചോദിച്ചത്. ആണ്, ഡെഫിനറ്റ്ലി ചെറ്റത്തരാണ് കാണിച്ചത്. സംഭവം നടന്നത് അത് ശരിക്കും ചെയ്യാൻ പാടില്ലല്ലോ. കാരണം അല്ലു അർജുന്റെ തന്നെ കഴിഞ്ഞൊരു ഇഷ്യൂ കണ്ടിരുന്നല്ലോ. അല്ലു അർജുനെതിരെ കേസൊക്കെ ഉണ്ടായി. മെയിനായിട്ടും ആ സംഭവം അറിഞ്ഞിട്ടും പുള്ളി അതിനെ അല്ല, മോശം പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, ചെറ്റ പരിപാടിയാണ് കാണിച്ചത്. അത് ചെയ്യാൻ പാടില്ല ആ പരിപാടി. കാരണം ഒന്ന് ജനപ്രതിനിധിയാണ് അവരെ ജനങ്ങളെ എലക്ട് ചെയ്തിട്ട് അത്രയും എന്താ പറയുക ആളുകൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നമ്മളെ സർവേ ചെയ്യാനുള്ളൊരു പൊളിറ്റീഷ്യൻ വീണ് കഴിഞ്ഞാൽ ഒരു മിനിമം മാന്യത ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു ഇല്ല എന്നുള്ളതിനെ ഫോളോ അപ്പ് ചെയ്യുക. അതിൻ്റെ സംഘാടകർ ആരും ഫോളോ അപ്പ് ചെയ്തതായിട്ട് അവർ പറയുന്നില്ല. ന്യൂസ് ബൈറ്റിലൊക്കെ പറയുന്നത് അവർക്ക് അറിയില്ല എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഈ പ്രോഗ്രാം ഗിന്നസ് അവർ ആഘോഷിക്കുകയായിരുന്നു. അത് ശരിക്കും മോശം പണിയാണ്. അത് ചെയ്യാൻ പാടില്ല.